എല്ലാവർക്കും ഡയാന ബ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പൊ ഞാനും അമ്മയും വീണ്ടും നാട് വിടാൻ പോവുകയാണ്. ഞങ്ങളിത് ബാഗൊക്കെ പാക്ക് ചെയ്ത ബസ് വന്നിട്ടുണ്ട്, ഞങ്ങൾ പോവാ. ഇല്ലേ മമ്മ? ഞങ്ങള് പഠിപ്പിച്ചടിപ്പിച്ച് ഭയങ്കര നാട് വിടലല്ലേ മമ്മ? എല്ലാവർക്കും പരാതി, ഞങ്ങളെ ആർക്കും കൈ കിട്ടുന്നില്ല. പിന്നെ ഗായ്സ് പറയുന്നത് എന്റെ വ്ളോഗുകൾ അടുപ്പിച്ചടുപ്പിച്ച് കാണുന്നില്ല. അതെ നമ്മേ, നമുക്ക് ആകെ അവസ്ഥയായതുകൊണ്ടല്ലേ അല്ലേ? ഞാൻ വിചാരിക്കാതെയാണ് ഗായ്സ് ഓരോ തിരക്കുകൾ മുമ്പിലേക്ക് വന്നു വിടുന്നത്. ഞാൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലേ വന്നുകൊണ്ട് വിടുന്നത്. സത്യം കേട്ടോ, അതാണ്. അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി വ്ളോഗാണ് ഗായ്സ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. വേറെ ഒന്നുമല്ല, ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ അടിച്ചുപൊളിയായിരിക്കും അല്ലേ? വേറെ ഒന്നുമല്ല, വീട്ടിലെ വവാറ്റിയും മെങ്ങളെ അമ്മച്ചി നമ്മളെ ഇരുന്ന് പ്രാകുന്നുണ്ടാവും. ഏയ് പോടാ, ഇല്ലാല് അല്ല, ഞാനതല്ല പറഞ്ഞു. എന്താ ജുവാന? അയ്യോ ബാഗ് അടച്ചില്ല, ഇതൊന്നും അടച്ചേ. അല്ല, ഇപ്പൊ എല്ലാം ഓരോ വഴിക്ക് ചാടിപ്പോവും ഗായ്സ്. അപ്പൊ നമ്മള് എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കില് നമുക്കൊരു കലാജാഥ കിട്ടിയിട്ടുണ്ട് അല്ലേ? കലാജാഥക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മള് അവിടെ നിർത്തിയിട്ടാണ് എനിക്കിത് പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പൊ ഗായ്സ്, നമുക്ക് മോസ്റ്റ് ആയിട്ട് കലാജാഥ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ 10th പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു ഞാൻ ലാസ്റ്റ് കലാജാഥയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്, ഇല്ലേ അമ്മേ? ഗായ്സ്, ഇപ്പൊ നമ്മുടെ ഗവൺമെന്റിന്റെ ആണ് നമ്മുടെ ഈ കലാജാഥ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് കലാജാഥ നിങ്ങൾക്ക് അറിയാലേ, ഫ്ലാഷ് മോബ് ആണ് അല്ലേ അമ്മേ? ഫ്ലാഷ് മോബ്, അതായത് നമ്മള് ഓരോരോ സ്ഥലത്ത് പോയിട്ട് നമുക്ക് അതിൻ്റെതായ കോസ്റ്റ്യൂം ഉണ്ടാവും. അപ്പൊ അതിന്റെ പ്രാക്ടീസ് ഇതേ ഇന്നത്തെ തീയതി അമ്മേ? ഇന്ന് 26 നന്നായിങ്ങോട്ട് ഡേറ്റ് അറിയില്ല, സമയം. അതന്നെ, ഇന്ന് മാർച്ച് 25 മുതൽ ഏപ്രിൽ 5 വരെയാണ് നമുക്ക് കലാജാഥ ഉള്ളത്. അപ്പൊ ഇന്ന് തൊട്ട് 5 ദിവസം വരെ നമുക്ക് പ്രാക്ടീസ് ആണ്. പിന്നെയുള്ള 5 ദിവസം നമുക്ക് കലാജാഥ നമുക്ക് ഓരോ സ്ഥലത്ത് പോയിട്ട് പെർഫോം ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പൊ ഞാൻ 10th പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് കലാജാഥയ്ക്ക് പോയെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എവിടെയാ 3 ദിവസത്തെ കലാജാഥയായിരുന്നു. അത് നമ്മുടെ കൽപ്പറ്റ വെച്ചിട്ടായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് മീനങ്ങാടിയാണ്, നമ്മുടെ പങ്കന്റെ സ്കൂളുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അതെ, ഞാനും അമ്മയും ബസ് കയറാൻ വേണ്ടി പോവാണല്ലേ അമ്മേ? അപ്പോൾ നമ്മൾ ഇനി ഓൺ ദ വേ. ബസ് എന്തി അവിടെ ഉണ്ടല്ലേ? അവിടെ കിടപ്പുണ്ട്. എന്തിഷ്ടമുള്ളത് കലാജാഥന്റെ വിശേഷങ്ങൾ പറ. ഇങ്ങനെ പൊരിഞ്ഞ വേലത്ത് നമ്മള് ചുട്ടു പൊള്ളി ചത്തുപോകും അല്ലേ? പിന്നെ തണലുള്ളടത്ത് നമുക്ക് ഒരു സ്ഥലം കാണിച്ചു തരും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് ഇന്ന് നമുക്ക് ചെയ്യാം. നല്ല രസമാണ്. നമ്മുടെ പട്ടിക്കുട്ടന്മാരുടെ അവിടെ കിടപ്പുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നമ്മളങ്ങനെ കലാജാഥയ്ക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്കിനി പ്രാക്ടീസും കാര്യങ്ങളും വരുന്ന ദിവസങ്ങളുണ്ടാവും. അപ്പൊ അതിന്റെ ഷോർട്സും വ്ളോഗൊക്കെ ആയിട്ട് നമുക്കിനി ഓൺ ദ വേ കാണാം. അപ്പൊ ഞാൻ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കലാജാഥന്റെ കാര്യം വെറുതെ വിചാരിച്ചായിരുന്നു അമ്മേ. അപ്പോഴേക്കും അതെന്താ പറയാ, വിചാരിച്ച കാര്യം നടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് പറയുമ്പോ എനിക്ക് ഭയങ്കര ഇതുണ്ട് അല്ലേ? അപ്പൊ നോക്ക് ഗൈസ്, നമ്മുടെ ബസ് ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് വേഗം ബസ്സിൽ കയറാം. അപ്പൊ നമ്മുടെ കലാജാഥ വിശേഷങ്ങളൊക്കെ ഓൺ ദ വേ നമുക്ക് എന്തായാലും നമുക്ക് കാണണം അല്ലേ ഗൈസ്? ഞാൻ മോസ്റ്റ് ത്രില്ലാണ്. ബസ് കുലുങ്ങിപ്പോയി. അയ്യോ ഗൈസ്, നമുക്ക് നമ്മുടെ ഫ്രണ്ട് സീറ്റിലിരിക്കാം കേട്ടോ. ഇവിടെ ഇരിക്കാം. ഓ, നല്ല മുല്ലപ്പൂവിന്റെ മണം. ഇതാണ്ട ഗൈസ്, നീങ്ങി ഇരിക്കടാ. മമ്മ ഇരിക്കണ്ട. അയ്യോ, ഞങ്ങൾ മടുത്തു കേട്ടോ. കാരണം ഇപ്പൊ വെയിലായതുകൊണ്ട് തന്നെ നമ്മള് വലുതായിട്ട് പണിയൊന്നും എടുക്കണ്ട. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മള് വേർത്ത് മടുത്തു പോകില്ലേ മമ്മ? അതന്നെ. അപ്പൊ നോക്കിയേ, നമ്മള് ബസ്സിൽ കയറി നമ്മുടെ സീറ്റിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള ഡേയ്സിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഓൺ ദ വേ നമുക്ക് കാണാല്ലേ വന്നേ? എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് അറിയുമോ എന്താ സംഭവം എന്ന്? ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ചിലപ്പോൾ അറിയില്ലായിരിക്കും. പക്ഷേ വിശേഷങ്ങളൊക്കെ നമുക്ക് ഓൺ ദ വേ കാണാം. നമുക്ക് അതിൻ്റെതായ വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ നമ്മളൊരു ഒരു ഗ്രൂപ്പായിരിക്കും. നമ്മളൊരു 10-15 പേരോ 11 12 പേരൊക്കെ ഉണ്ടാവും അല്ലേ? 10 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുന്നു, അവിടെ സ്റ്റേ ചെയ്യുന്നു, അവിടെ പ്രോഗ്രാം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് നിന്നിട്ട് നമ്മളവിടെ ഒരു ദിവസം തന്നെ 2-3-4 സ്ഥലത്ത് എല്ലായിടത്തും. ഓവറോൾ നമ്മുടെ വയനാട് ഫുള്ളുണ്ട്. അപ്പം എന്ന് പറയുമ്പം ഒരു ദിവസം തന്നെ 5-6 സ്ഥലത്തും, ചിലപ്പോൾ 3 സ്ഥലത്തും, ചിലപ്പോൾ 4 സ്ഥലത്തും, അങ്ങനെ നമുക്ക് മാനന്തവാടി, കമ്പളക്കാട്, അങ്ങനെ നമ്മുടെ വയനാട്ടിൽ വന്നിരിക്കുന്ന പ്രമുഖമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ എടുത്തിട്ട് അവിടെ ടൗണിലാണ് നമ്മളിത് പെർഫോം ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മുടെ അന്ന് നമ്മൾ ചെയ്തതിൻ്റെ പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വാർത്തയിലും പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്റ്റീവ് ഒന്നും അല്ല അല്ലേ അമ്മ? നമ്മളൊന്നും വലിയ ആക്റ്റീവ് ഒന്നും അല്ല. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മോസ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗിരീഷ് മാഷ്
അയ്യോ അത് വലിയൊരു നമുക്ക് ഭയങ്കര വിഷമം തന്നെ. കാരണം നമ്മള് കുടുംബശ്രീന്റെ ഭാഗമായിട്ടാണ് നമ്മള് അമ്മ നാടകത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഞാനന്ന് 7th പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് അമ്മേന്റെ കൂടെ നാടകത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് ട്രിവാൻഡ്രം പോകുന്ന അപ്പളാ അല്ലേ നാടകം. ഞാനുണ്ടായിരുന്നു. അങ്ങനെ മുഖംമൂടികൾ തന്നെ നമ്മുടെ ഗിരീഷ് കാരാടി സാറിന്റെ നാടകത്തിൽ കേട്ടോ. അപ്പൊ അതില് അമ്മേന്റെ കുട്ടിയായിട്ട് തന്നെ ഞാൻ അഭിനയിക്കുന്നത് നല്ല രസമായിരുന്നു. അങ്ങനെ നാടകം നമ്മുടെ ട്രിവാൻഡ്രം അങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് നമ്മുടെ കുടുംബശ്രീന്റെ ഇതായിട്ട് പോയി അവതരിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് സാറ് നമ്മളെ കലാജാഥയ്ക്ക് അത് കഴിഞ്ഞിട്ട് വിളിക്കുന്നത് അല്ലേ. നമ്മൾ ആദ്യമായിട്ടാണ് അത് കഴിഞ്ഞിട്ട് തന്നെ കലാജാഥ നാടകം. നമ്മൾ ഒരുപാട് നാടകങ്ങൾ നമ്മളങ്ങനെ സാറിൻ്റെ നാടകങ്ങളിൽ നമ്മൾ ഒരുപാട് നാടകങ്ങൾ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുടുംബശ്രീൻ്റെ ഭാഗമായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കലാജാഥയ്ക്ക് നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മൾ ഈ കലാജാഥ ചെയ്തത് നമ്മുടെ ഗിരീഷ് കാരാടി സാറിൻ്റെ കലാജാഥയ്ക്കായിരുന്നു. അത് ലാസ്റ്റായിട്ട് അതിന്റെ വീഡിയോസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കിടപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിന്റെ സാറുണ്ട് ഭയങ്കര അത് നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. അതാണ് കലാജാഥ എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന സാറിന്. കാരണം അത് ഭയങ്കര ഒരു വിഷമാണ് അല്ലേ. ഇപ്രാവശ്യം ചെല്ലുമ്പോൾ സാറില്ല, അന്ന് ചെല്ലുമ്പോൾ സാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ചെല്ലുമ്പോൾ ഭയങ്കര നമ്മൾ മനുഷ്യന്മാരുടെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇന്ന് കാണുന്നവരെ നമ്മൾ നാളെ നമ്മൾ കാണില്ല അല്ലേ. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ സാറിനോട് നമ്മൾ മോസ്റ്റായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതെ അല്ലേ. അപ്പൊ നമ്മളങ്ങനെ ഇന്ന് അവിടെ ചെല്ലാൻ പോവുകയാണ്. പുതിയൊരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. പുതിയൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നു, പുതിയ ആൾക്കാരെ കാണുന്നു അല്ലേ. കഴിഞ്ഞ കലാജാഥയിൽ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഗ്രൂപ്പിലേക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. അന്ന് സത്യം പറഞ്ഞാൽ 3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. കഴിയാൻ നേരത്താണ് എല്ലാവരോടും ഭയങ്കര പരിചയമായി വന്നത്. അപ്പോഴേക്ക് വേഗം കഴിയുകയും ചെയ്തു. ആ സമയത്ത് നമ്മുടെ വള്ളിയൂർക്കാവ് അമ്പലത്തില് ഉത്സവം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പ്രോഗ്രാം ഇപ്പോഴും അറിയാം. ഇതേ സമയത്ത് അന്ന് നമ്മളവിടെ പ്രോഗ്രാം ചെയ്യാൻ ചെന്നപ്പം അവിടെ വേറെ പരിപാടിയാണ്, നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്തില്ല, അവര് ചെയ്തു. നമ്മളെ വിട്ടുകൊടുത്തു. എല്ലാവർക്കും വിട്ടുകൊടുക്കും, പക്ഷെ ഇപ്പോഴും കൊടുക്കില്ല. അപ്പം ഈ പ്രാവശ്യം ചിലപ്പോ അവിടെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ മമ്മ? ഉണ്ടാവും, വള്ളിയൂർക്കാവ് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പം നമ്മളങ്ങനെ അതിനു വേണ്ടി തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ കലാജാഥ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും അവറ്റ ഭയങ്കരയും നമ്മുടെ ഫ്ലാഷ് മോബ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ വർഷം ഇതേപോലെ ഇതേ സമയത്ത് വെയിലത്ത് മോസ്റ്റായിട്ട്. എന്റെ ദൈവമേ ഒന്നും പറയണ്ട. അതിങ്ങനെ വെയിലത്തല്ലേ, ഒരു ദിവസം തന്നെ 5-8 സ്ഥലത്തൊക്കെയാ, ഒരു ദിവസം 8-10 സ്ഥലത്തൊക്കെ. അത് ഡാൻസാ. ഇത് ഡാൻസും ഉണ്ട്, അഭിനയവും ഉണ്ട്, എല്ലാം കൂടെ. അതെന്ന് പറയുമ്പോ ഡാൻസ് മാത്രം. ഇത് ഡാൻസും അഭിനയവും ചിരി തമാശ കളികൾ. അയ്യോ, അങ്ങനെ മോസ്റ്റ് വൈബാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്കിനി 5 days പ്രാക്ടീസ്, 5 days ഫുൾ പ്രോഗ്രാം അല്ലേ. അപ്പൊ അവിടെ ചെന്നാലാണ് നമുക്ക് എല്ലാവരും പരിചയപ്പെടാൻ പറ്റുള്ളൂ, എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുള്ളൂ, എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഞാനും അമ്മയാണ് എപ്പോഴും കലാജാഥയ്ക്ക് പോകുന്ന ആൾക്കാര് അല്ലേ. അത് തന്നെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തയ്യാറെടുത്ത് ബസ്സിൽ ഇതായിപ്പോൾ ഇരിക്കുവാണ്. ബസ്സിൽ ആൾക്കാരൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിനി നമ്മൾ പോവാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ പോവാം. അപ്പം എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നമ്മേ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ആലോചിക്കും, കലാജാഥയ്ക്ക് പോയത് വ്ളോഗ് എടുത്തായിരുന്നെങ്കിൽ, അന്ന് വ്ളോഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ വെറുതെ ആലോചിക്കും. അപ്പൊ ദൈവം എന്താ പറയാ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ കയ്യിലേക്ക് ഇട്ട് തന്ന പോലെ എനിക്കിപ്പോ തോന്നുന്നത്. കാരണം എല്ലാ ഗായ്സിനൊന്നും ചിലപ്പോൾ അറിയില്ലായിരിക്കും കലാജാഥ എന്താണ്. അപ്പൊ ആ വൈബുകളും കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയുന്ന ഒരു മോസ്റ്റ് സന്തോഷമൊക്കെ തന്നെയല്ലേ. അപ്പം കാര്യം പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു 10,000 വ്ളോഗ് ഉണ്ട്. പക്ഷെ ഒന്ന് കഴിയുമ്പോൾ അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ ഡിലേ ആവുകയാണ് അല്ലേ. നമ്മൾ വിചാരിക്കാതെയാണ് നമ്മളിപ്പോ ഓരോ കാര്യങ്ങൾ വീണ് വരുന്നത്. ഇപ്പൊ തന്നെ നമ്മള് ഒരു ഷോർട്ട് ഫിലിം കഴിഞ്ഞ പാടെ അടുത്ത കലാജാഥ നമുക്ക് കിട്ടി ആലോചിച്ചോക്ക്. അപ്പൊ നമുക്ക് അതൊന്ന് എഡിറ്റ് ചെയ്യാനിരിക്കാനും നമുക്കൊരു ടൈം നമുക്കവിടെ സത്യം പറഞ്ഞാൽ എഡിറ്ററിനെ വെക്കേണ്ട അവസ്ഥ. പക്ഷെ എഡിറ്റർ വേണ്ട, ഞാൻ തന്നെ മതി. അപ്പൊ നമ്മളങ്ങനെ എന്ത് ചെയ്യാൻ പോവാണ്, കലാജാഥയ്ക്ക് പോവാണ്. ഡയാനന്റെ വ്ളോഗ് ഇല്ലല്ലോ എന്ന് ഓർത്ത് ആരും ദൈവജീവിതം വിഷമിക്കരുത്. വ്ളോഗിന്റെ കൂട്ടാണ് കയ്യിലുള്ളത്. അതെ, ഇരിക്കാനൊരു സമയം. എന്നോട് കാര്യം ചോദിക്കുന്നുണ്ട്, എവിടെ പോയി വ്ളോഗൊന്നും കാണുന്നില്ലല്ലോ, എന്താ തിരക്കാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ചെറുതായിട്ടിട്ടോ, തിരക്കുന്നൊന്നല്ല എങ്കിലും തിരക്കാണ് അല്ലേ. ഒരിക്കലും നിങ്ങളെ വീട്ടിൽ പിരിയാൻ പറ്റില്ല ഗായ്സ് അല്ലേ. അതൊരിക്കലും നമുക്ക് പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോ ദിവസത്തെ നമുക്ക് ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് പോയിട്ട് മോസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ദ വേ പോയി നോക്കാം അല്ലേ. അപ്പൊ വിശേഷങ്ങൾ ഓൺ ദ വേ കാണാം. ഞങ്ങൾ ഇനി ആടുജീവിതമായിട്ടാണോ തിരിച്ചു വരുന്നത് പറയാൻ പറ്റില്ല. കാരണം അത്ര ഇങ്ങനത്തെ നമുക്ക് ചുട്ടുപൊള്ളുന്നേ. കാരണം
പറന്നു പോകുന്ന കാക്ക ഫ്രൈ ആയി നിലത്ത് വീഴും. അതാണ് അവസ്ഥ. അങ്ങനത്തെ വെയിലത്താണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ ഞങ്ങള് മനുഷ്യൻ ഫ്രൈ ആവോ? അയ്യോ എടാ പോടാ. അപ്പൊ ഞങ്ങൾ അൽഫാം ആവോ അതോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആവോ? ചിക്കൻ എന്നാ ഹ്യൂമൻ ഫ്രൈ ആവോ? എന്ത് ഫ്രൈ ആവോ നമുക്ക് അറിയത്തില്ല. ഹലോ അപ്പം ഫ്രൈ ആവോ ഫ്രൈഡ് റൈസ് ആവോ അതോ എന്താവും ഒന്നും നമുക്കറിയില്ല. സൺസ്ക്രീനിൽ കുളിക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് വേഗം എല്ലാവരും സൺസ്ക്രീനൊക്കെ ഇങ്ങോട്ട് അയച്ചോ. നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ കാണണമെങ്കിൽ. അല്ലെങ്കിൽ അയ്യോ ടാൻ അടിച്ചു കഴിഞ്ഞാൽ മോസ്റ്റാണ് എൻ്റെ ഗായ്സേ. ഇതിനകത്ത് രക്ഷപ്പെടാൻ മോസ്റ്റ് പാടാണ്. നമ്മൾ ബസ് എടുക്കാൻ പോവാണ്. അപ്പോൾ ബസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. സോ ഗായ്സ് ലെറ്റ്സ് ഗോ അല്ലേ? നോക്കാം നമുക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യാം. ഓ വാവ് ഗായ്സ് നമ്മുടെ ബസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ബസ്സിൽ നിന്ന് സൊറ പറഞ്ഞ സമയം പോകാൻ നമ്മളങ്ങ് അറിഞ്ഞില്ല. അപ്പോൾ ഇത് ബസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അമ്പടാ നമ്മളങ്ങനെ നമ്മുടെ കലാജാഥ വൈബാക്കാൻ വേണ്ടി പോവുകയാണ്. ഗായ്സ് അങ്ങനെ നമ്മൾ പാതിരിപ്പാലം എന്നുള്ള സ്ഥലത്ത് അല്ലേ ഓയിസ്ക എന്ന് പറഞ്ഞ എക്കോ റിസോർട്ട് സെൻറ്ററിൽ നമ്മളിത് ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്കാട്ടോ അങ്ങോട്ട് വന്നേ. നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്കൊക്കെ വരുന്നത് അല്ലേ അമ്മേ? വാവ് നല്ല രസമുണ്ട്. ഇവിടെ വെച്ചായിരിക്കില്ലേ അപ്പോൾ നമ്മുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അമ്മേ അങ്ങനെ തോന്നുന്നുണ്ട്. ഇവിടെ വന്നിട്ടില്ല. ഞാനിവിടെ വന്നിട്ടില്ല. അമ്മ വന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ടുണ്ട്. അപ്പം അമ്മ വന്നിട്ടുണ്ട്. ഞാനിവിടെ സാറ് യോഗ എടുത്ത് ഇവിടുന്നല്ലേ? പിന്നെ അതെ. അയ്യോ അതിവിടെ അല്ല. പിന്നെ അത് അയ്യോ അതിവിടെ അല്ല. അത് അരിവയൽ ആ ഭാഗത്താണ്. അരിവയൽ ആ ഭാഗത്താണത്. പോവട്ട ഈ മമ്മയ്ക്ക് ഒരു സ്ഥലം കണ്ട 10 സ്ഥലം പോലെ തോന്നുന്നത്. സിംഗിൾ മൈൻഡ് ആക്കണ്ട. എത്തിക്കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ എന്താ സംഭവം എന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് കയറി ചെന്ന് നോക്കാം. ക്ലാസ് എന്തോ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ക്യാമറ പറ്റുമോ എന്താവൊന്നും അറിയത്തില്ല. അവരെ വിളിച്ച് നോക്കണം നമുക്ക്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്താണെന്ന് നമുക്കറിയത്തില്ല. മമ്മ ഇത് ഒരു കോൾ ചെയ്യാണ്. നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്താ സംഭവം നോക്കാം. നല്ല വേർത്ത ഒരവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ മീനങ്ങാടി എത്തണ്ട, അതിന് തൊട്ട് മുമ്പാണ് കേട്ടോ. മുടിയൊക്കെ ആകെ രാവിലെ കുളിച്ചിട്ടേ ആകെ അവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു. ചപ്രിയായിട്ടുണ്ട്. അതിൽ മുടി കുളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ബോറായിരിക്കും. അതാണ് നമുക്ക് മാർക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെയാണ് നമ്മൾ വന്നത്. ഇവിടെയോ? അപ്പൊ ഇതിലേ പോയ ബീനാച്ചി എത്തുവോ? ഇത് ബീനാച്ചി റോഡാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ തോളടിച്ചോ. നമ്മളങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കണ്ടുപിടിച്ചവർ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന്. അങ്ങനെ നമ്മളിത് ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഒരുപാട് ബെഡുകളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ കുറച്ച് പേരെ കണ്ടു. അപ്പോൾ നമ്മുടെ കലാജാഥയ്ക്കുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും നമുക്ക് പരിചയപ്പെടണം. നമുക്ക് അറിയുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. നമ്മുടെ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ കലാജാഥയ്ക്ക് ഉണ്ടായിരുന്നവരും ഉണ്ടായിരുന്നു. അല്ലാതെ നമ്മുടെ ഗിരീഷ് കാരാടി സാറിൻ്റെ മോനും അതുപോലെ തന്നെ വൈഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവരെയൊക്കെ പരിചയപ്പെടുവാണേ. ഗായ്സ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന 2-3 പേരൊക്കെ ഉണ്ട്. അപ്പം നോക്കിക്കേ ഇവിടെ ഒരുപാട് റൂമും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നോക്കൂ ഗായ്സ്. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ കിടന്നൊക്കെ ഉറങ്ങാൻ പോകുന്നതാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്നാലും വേർത്തൊരു വശമായിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങുമായിരിക്കും. എന്താ സംഭവം നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഓൺ ദ വേ എന്താ നമുക്ക് നോക്കാം. ഗായ്സ് അങ്ങനെ നമ്മളിവിടെ വന്നു. അപ്പോൾ നമ്മളെല്ലാവരും പരിചയപ്പെട്ടു. അപ്പോൾ കഴിഞ്ഞ കലാജാഥയ്ക്ക് ഉണ്ടായിരുന്ന 2-3 പേരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗിരീഷ് സാറിൻ്റെ ഒരു വലിയ കുറവുണ്ട്. അപ്പോൾ നമ്മൾ വന്നവിടെ നമുക്ക് ചായയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കഴിഞ്ഞ കലാജാഥയിൽ നമുക്ക് ഡയലോഗുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കലാജാഥയിൽ നമുക്ക് ഡയലോഗുകൾ ഒരുപാട് പറയാനുണ്ട്. പിന്നെയാണ് നമ്മുടെ സംഗീത ശില്പം വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സത്യം പറഞ്ഞാൽ സംഗീത ശില്പം മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം എന്ന് പറയുമ്പം സംഗീത ശില്പവും അതുപോലെ തന്നെ ഡയലോഗും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തോ അപ്പം നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല വിശക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മ പറയാം നമ്മളിവിടെ മുമ്പ് വന്നതാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞത്.
ഞാൻ സത്യം പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് വേറെ സ്ഥലമാണെന്ന് ഡൗട്ടുണ്ട്. നോക്ക് ഗൈസ്, ഇവിടെ നോക്കുക, അടുക്കളയൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല എക്കോ ഫ്രണ്ട്ലിയാണ്. ആ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ മമ്മേ? ഇവിടെ കൈ കഴുകാലോ. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പരിസരം പോലെയൊക്കെ തോന്നുന്നു അല്ലേ മമ്മേ? അല്ലേ? പക്ഷെ നമ്മുടെ വീടിൻ്റെ അവിടെ കണ്ടിട്ട് ഇതിലും കുറച്ചും കൂടി മോസ്റ്റാ അല്ലേ ഇത്? ഞാൻ എവിടെ ഇരിക്കുക മമ്മേ? ഒരു ചോറ് പോരെ? ഒരെണ്ണം മതി കേട്ടോ. നല്ല വിശക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ചോറ് എന്തായാലും എടുക്കാം. എന്തായാലും ഒരു ചോറ് ഒറ്റയ്ക്ക് എന്തായാലും പറ്റില്ല ഗൈസ്. നോക്കട്ടെ, എടുത്തോ. മീൻ എടുക്കണ്ടേ? എവിടെ ഇരിക്കും? മീൻ എന്താണ്? 2 മീനുണ്ട്. ഇല്ല, മീൻ കഴിക്കാത്ത ആരും. അമ്മേ എവിടെ നമ്മൾ ഇരിക്കുക? ഇങ്ങോട്ട് എടുക്കുക. പപ്പടം ഉണ്ടോ? 2 എടുക്കട്ടെ. കറി വേണ്ടേ? എന്തോ ഒരു കറി, മീൻ കറി എന്ന് തോന്നുന്നു. എന്നാ മീൻ തരും. അതങ്ങനെ എടുത്തോ. പൊട്ടിപ്പോകാതെ നോക്കി കേട്ടോ. ഇതെനിക്ക് തോന്നിയത് മീൻകറി എന്നാണ് തോന്നുന്നത്. ഇത് കഴിഞ്ഞ ഇവിടെ നമ്മളിനി കട്ട പ്രാക്ടീസിലേക്ക് പോകണം. എൻ്റെ കൈസ് ഡയലോഗ് ഉള്ളതുകൊണ്ടാണ് മോസ്റ്റ്. പക്ഷെ ഒരു ആശ്വാസമുണ്ട്. എന്താണെന്നറിയോ, നമ്മളിത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ നാടകം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മോസ്റ്റായിട്ട് നമ്മൾ ലൈവായിട്ടാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ മമ്മേനെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. എവിടെ ഇരിക്കണ്ടേ? ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കാം. ഇങ്ങോട്ട് നീങ്ങി വാ, ഇവിടെ ഇരിക്കാന്നേ. എന്താ ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ പോയിട്ട് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ആ റെക്കോർഡ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആംഗ്യം കാണിച്ച് അഭിനയിച്ച് പറയുന്നത് ഗൈസ്. ഇവിടെ ഇരിക്കണോ? ഇതല്ലേ ഇവിടെ തന്നെയല്ലേ ഞാൻ ആദ്യം ഇരുന്നത്. അപ്പോൾ അമ്മയല്ലേ പറഞ്ഞാൽ അവിടെ ഇരിക്കണ്ടാകും. ചൂടായ്പ കാണിക്കാൻ നിൽക്കട്ടെ. എന്താ കറി എന്നാ? നമുക്ക് മോസ്റ്റായിട്ട് ഫുഡ് കഴിക്കാം. എനിക്ക് വിശന്ന് കഴിഞ്ഞപ്പോൾ വയറുവേദനയും വന്നേ. വിശന്ന എനിക്ക് വയറുവേദനയാണ്. പുതിയൊരു അസുഖം കഴിച്ച് എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഇത് മതി. അത് മതി. ഇത് തന്നെ അധികം അല്ലേ? ഇത് തന്നെ നമുക്ക് അധികമാണ് ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ കാഴ്ചകളെല്ലാം ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. വാരിത്തരുമോ? ഞാൻ വാരിത്തരാം. പിടിച്ചു ഒന്ന് വാരിത്തരാം. എന്തോ വിളിച്ചു വാരി തരണോ അതോ വാരി തിന്നണോ? നമുക്ക് ഇതൊക്കെ വലിയ മെമ്മറീസാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് വരുള്ളൂ. ഇപ്പം നമുക്ക് വലുതായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പം അമ്മ വാരി തരുന്നുണ്ട്. മോസ്റ്റിൽ വരുന്നതാണ്. ഇത് കറി കൂട്ടാത്ത ടേസ്റ്റുണ്ട്. കറിക്ക് ടേസ്റ്റുണ്ട്. അതായത് മീനുണ്ടല്ലോ, ഒരു മോസ്റ്റായിട്ട് മീനുണ്ട്. അതായത് എൻ്റെ പൈലർ മാറ്റി ഫുഡിനൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാനും അമ്മയും കൂടി ഇനി ഫുഡ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകണം. അതെ, രസിക്കുന്നുണ്ടായിരുന്നോ? രസിക്കുന്നുണ്ടായിരുന്നോ? വിശന്ന് എനിക്ക് വയറ് വേദന എടുക്കുന്ന സാധാരണ വയറ് കരയല്ലേ ചെയ്യാം. എനിക്ക് വേറെ വേദന എടുക്കുന്ന. നിങ്ങൾ ഈ ഫുഡ് കഴിക്കട്ടെ അല്ല ഗൈസ്? കഴിക്കട്ടെ. ഉപ്പ് വേണം ഗായ്സ്. അപ്പം നമ്മുടെ സംഗീത ശില്പം പഠിപ്പിക്കുന്ന നമ്മുടെ മമ്മേൻ്റെ ഫ്രണ്ടായിട്ടുള്ള നമ്മുടെ ജിതിക എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റിയാണ്. അപ്പോൾ നമുക്കിതേ നമ്മുടെ സംഗീത ശില്പം പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് മുഴുവൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാവരും ഒന്ന് പെർഫെക്ഷൻ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ കളിക്കുന്നതാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് നമുക്കൊരു ചെറിയ നാടകമുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ സംഗീത ശില്പം വരുന്നത്.
ചിലപ്പോൾ നമ്മൾ സംഗീത ശില്പം ആദ്യം കളിക്കും, അതിന് ശേഷമായിരിക്കും നമ്മുടെ നാടകം വരുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. പിന്നെ ഫസ്റ്റ് നമ്മൾ എന്തായാലും നാടൻ പാട്ട് പാടും, പിന്നെ ലാസ്റ്റും അതെ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ നമ്മളിതാ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ജസ്റ്റ് കാണാം കേട്ടോ. ഗായ്സ്, അപ്പം നമ്മളൊരു ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മുടെ സംഗീത ശില്പം മുഴുവനും നമ്മളിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും അതിൻ്റെ ഒരു എന്താ പറയുക കൺഗ്രാജുലേഷൻസ് നമ്മൾ കൊടുക്കണം. നമ്മൾ കാണിച്ച ആ ഒരു ആത്മാർത്ഥതയും വേഗം പഠിച്ചെടുത്തതും ഒക്കെ ഒരു മോസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കതിന് വേണ്ട പ്രോപ്പർട്ടീസ് ഒന്നും നമ്മൾ മേക്ക് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ജസ്റ്റ് അതുണ്ടെന്നുള്ള സങ്കല്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാം നമുക്ക് കോറിയോ ചെയ്തെല്ലാം സെറ്റ് ആക്കണ്ടേ. അപ്പോൾ അതാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു ട്രയലും കൂടിയായിരുന്നു ഗായ്സ് ഇപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ഇന്ന് രാവിലെ മുതൽ നമ്മൾ നല്ല പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഫുൾ പ്രാക്ടീസ് ചെയ്യുന്നു. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, സ്റ്റെപ്പ് 2-3 പേർക്ക് ഓർമ്മയില്ലെങ്കിൽ നമ്മളിപ്പോൾ എത്ര പേരുണ്ട്, നമ്മളിപ്പോൾ ടോട്ടൽ 9 പേരാണ് ഇപ്പോൾ കലാജാഥയ്ക്ക് ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും പേരാണെന്നാണ് എനിക്കും തോന്നുന്നത്. ഇപ്പം നാളെയാണ് നമ്മളിനി നാടകത്തിൻ്റെ കാര്യം നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡയലോഗും കാര്യങ്ങളൊക്കെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നാളെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ഇനി നന്നായിട്ട് നമുക്ക് നമ്മുടെ ഭാഗങ്ങൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നാളെ പോയി നമുക്കത് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ സംഗീത ശില്പം എല്ലാവർക്കും ഇഷ്ടമായില്ലേ പ്രാക്ടീസ് ചെയ്തത് ഗായ്സേ? ഗായ്സ്, അപ്പോൾ നമ്മൾ ചായ കുടിക്കണം അല്ലേ? അതെ, കുറച്ച് ക്രിഞ്ച് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. മുമ്പ് എൻ്റെ കൂടെ കലാജാഥ ചെയ്ത ആൾക്കാരാണ്, പക്ഷെ ഇപ്പം എന്നെ അറിയില്ല എന്നാണ് പറയുന്നത്. കണ്ടോ, ഭയങ്കര ക്രിഞ്ചാണ്. ക്യാമറ കാണാൻ അയ്യോ ആരും കാണൂല. നാണമാണെന്നാണ് തോന്നുന്നത്. നാണമുള്ളവരെ പിടിക്കാൻ എനിക്കിഷ്ടമാണ്. ഇല്ല, അങ്ങനെ പറയുന്നത് ഞാൻ ക്യാമറ കാണിക്കുള്ളൂ. കേട്ടോ കേട്ടോ, ചായ കുടിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ചായ കുടിക്കേണ്ടത്. അത് അവർ കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മോസ്റ്റ് പ്രാക്ടീസ് കഴിഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, ഏതാ എൻ്റെ ചെയ്തോ? ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇല്ല, കൊളാബി ഇല്ല. കൊളാബി ചെയ്യണോ? പിന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞേ അതില്ല. അങ്ങനെ പുള്ളരെ നുള്ളി നുള്ളി വലിക്കുന്നു ഒട്ടകായ കരുതാരെ കാവേരി വിരവനോട്ട് വല്ലൂരി താണ്ട നല്ല രസമുണ്ടല്ലേ പാട്ട്? വയസ്സപ്പം നമ്മൾ നമ്മുടെ കലാജാഥ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരുടെ ശ്രദ്ധയൊക്കെ ഇത് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നാടൻ പാട്ട്, നമുക്കറിയാം നാടൻ പാട്ടുകളൊക്കെ ജസ്റ്റ് പാടിക്കും. നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പം എൻ്റെ കോലം കണ്ടാലും പേടിക്കണ്ട. ഭയങ്കര ടയേർഡായി പോയില്ല. നമ്മളെന്താ ചെയ്തതെന്താ സംഗീത ശില്പം? സംഗീത ശില്പം നമ്മൾ മുഴുവനും കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്തു. ഈ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ അല്ലേ അമ്മേ, മണിക്കൂറുകൾ മാത്രം. ഇനി നമുക്ക് ഡയലോഗാണ് ചെയ്യാനുള്ളത്. നമുക്ക് വെറുതെ ഒരു 4 വരി പാട്ട്, ഏതെങ്കിലും നാടൻ പാട്ട് നമുക്ക് വെറുതെ പാടി നോക്കാം അല്ലേ അമ്മേ? വെറുതെ
താങ്ക് യു. അങ്ങനെ ഒരു അടിപൊളി പാട്ട് നമ്മളും പാടി അല്ലേ മമ്മേ? അതാ അതുകൊണ്ട് പാട്ട് എന്തെങ്കിലും അവസ്ഥയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അടിപൊളി. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. പ്രാക്ടീസ് ചെയ്ത് മമ്മയ്ക്ക് കാല് നല്ല വേദന എടുക്കുന്നുണ്ടാവും പറയുന്നത്. നല്ല വിശക്കുന്നുണ്ട്. ഉണ്ടോ? വിശക്കുന്നുണ്ടോ? എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല. വിശപ്പൊന്നുമില്ല. ഇല്ലേ? പിന്നെ എന്താ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? പിന്നെന്താ ഇവിടെ എന്താ ക്ലാസ്? ഇവിടെ ഇരുന്നാണോ? ഞാൻ പൊട്ടൻ. ഞാൻ സമ്മതിച്ചിരുന്നു. ശരി. ശരി സമ്മതിച്ചിരുന്നു. ഗൈസ്, ക്ലാസ് നമ്മൾ ഫുഡിൻ്റെ ക്ലാസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നൈറ്റ് സ്പെഷ്യൽ നമുക്ക് നോക്കണം. വാവ്, നമ്മൾ കാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ കാടിൻ്റെ അത്ര ഒന്നും ഇല്ല. അയ്യോ തെറിച്ചോ മമ്മ? അയ്യോ സോറി കേട്ടോ, ഞാൻ ഇനി മേലാൽ ആ പൈപ്പ് തൊടില്ല. സോറി. ഞാൻ മമ്മേനെ കുളിപ്പിച്ചു. തെറിച്ചോ മമ്മേത്ത്? ഇല്ല, ഭാഗ്യം. ദൈവമേ, അതെന്തൊരു പൈപ്പമ്മേ, കാല പൈപ്പ്. ഞാൻ ഇനി മേലാൽ അതിനകത്ത് കൈ വെക്കില്ല. ചില പൈപ്പ് നിങ്ങൾക്ക് അറിയില്ലേ, തൊട്ട് കഴിഞ്ഞാൽ അപ്പം എന്താ ഫുഡ് നമുക്കറിയാം. നമുക്ക് പോയി നോക്കട്ടോ. Where's plate? What is this? What's that guy? ചപ്പാത്തി? പ്ലേറ്റ് ഒന്നും ഇല്ലേടേ ഗൈസ്. ഇപ്പം എല്ലാം പറന്നു വരുമോ നമ്മുടെ അടുത്തേക്ക്? അറിയത്തില്ല. വാഴയിലെടുക്കാൻ പറ്റുമോ? മമ്മ ഒരു വാഴയിലെടുത്താൽ മതി. മമ്മ വാരത്തുന്നത് 2 ചപ്പാത്തി എടുത്താൽ മതി കേട്ടോ. 2 എടുത്താൽ മതിയേ. 2 വേറൊന്നും വേണ്ട.
അല്ല അമ്മ ഇവിടെ ചപ്പാത്തി ഏതാ? അതേ ചപ്പാത്തി ഇരിക്കുന്നു. ഗൈസ് ചപ്പാത്തി ഇഷ്ടമാണോ? ഇവിടെ നിന്ന് കഴിക്കാനാണോ? അപ്പോൾ നമ്മളങ്ങനെ എടുക്കുമ്പോൾ മേലയിൽ എടുത്തോണ്ട് പോകുന്നത് എങ്ങനെയാ? 2 ചപ്പാത്തി ഇട്. അയ്യോ ഇവിടെ വേറെ ആരൊക്കെ ഇരിക്കാൻ പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ചപ്പാത്തി 2 മതിയേ. ഈ കറി എടുക്കണോ? മുട്ടക്കറി എടുക്കണോ? മുട്ടയുണ്ട്, എടുക്കണോ? ഉണ്ടോ? ഗൈസ് മുട്ടയുണ്ട്, എടുത്താലോ? കറി മതി. കറിയൊക്കെ മുമ്പ് എടുത്തോട്ടോ, ഇനി മുട്ട മാത്രം മതി. പോവാ, നമുക്ക് ഈ സ്ഥലത്ത് ഇരിക്കാം. എവിടെ ഇരിക്കാം? ഇവിടെ ഇരിക്കാം. എനിക്ക് പക്ഷെ ഭയങ്കര ദാഹിക്കുകയോ ചെയ്യുന്നത് ഉള്ള കാര്യം. മുട്ടക്കറി കാണാം, എനിക്കിഷ്ടമല്ല. പക്ഷെ അത് മുട്ടയുണ്ട്, അത് ഞാൻ തിന്നും. ദൈവമേ 2 തന്നെ അധികം എനിക്ക്. അമ്മയ്ക്ക് ഇതെനിക്കാ. ഇതെനിക്കൊന്നും വേണ്ട. സത്യം പറഞ്ഞ എനിക്ക് വിശക്കുന്നേ ഇല്ല. എൻ്റെ മമ്മ നേരത്തെ നീങ്ങാൻ പറഞ്ഞിട്ട് പിന്നെ അടുത്ത് വരാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നീങ്ങാൻ പറഞ്ഞിട്ട് പിന്നെ അടുത്ത് വരാൻ പറയാൻ വേണ്ടിയിട്ട് എന്നെ ശശിയേട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഇതേ ആ വെള്ളത്തിലാണോ പൊട്ടായിരിക്കുന്നത്? ഇങ്ങോട്ട് നീങ്ങി വാ. ഏതാ ഇതുണ്ടോ? അവിടെയൊക്കെ നിറച്ച് വെള്ളമാണ്. വെള്ളത്തിലൊന്നും ഇരിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി നാളെ ഗൈസ് അവർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുടി നോക്കണ്ട, ഫുൾ കളായി. നാളെ നമ്മളിനി ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ പോകും. റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഡയലോഗൊക്കെ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ വേറൊരു പുതിയ വാർത്തയും കൂടിയുണ്ട്. നമുക്കാകെ 3 ഡേയ്സാണ് പ്രാക്ടീസ് ഉള്ളൂ. ബാക്കിയുള്ള 9 ഡേയ്സാണ് നമുക്ക് പ്രോഗ്രാം വന്നിട്ടുള്ളത്. അല്ലേ മമ്മേ? ആ ഹിന്ദി പഠിച്ചില്ലേ? സാമ്പാർ, ചപ്പാത്തിയും സാമ്പാർ. ആ അപ്പം നമ്മൾ ആദ്യം വിചാരിച്ച 5 ദിവസം അങ്ങനെയല്ലേ പറഞ്ഞേ, 5 ദിവസം പ്രാക്ടീസ് 5 ദിവസം പ്രോഗ്രാം തന്നെ. ഇപ്പം അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. 5 ദിവസമല്ല 3 ദിവസം പ്രാക്ടീസും ബാക്കി അല്ലേ? എത്ര ദിവസം? 9 ദിവസം പ്രോഗ്രാം എന്ന്. ഓ വാട്സാപ്പ് ദൈവമേ, എനിക്ക് ഈ മുട്ട കറി കഷ്ണം എനിക്കിഷ്ടമല്ല. മുട്ട മാത്രം തന്നെ ഞാൻ കഴിക്കാം. എനിക്ക് തക്കാളി ഉള്ളി ഏതോ വായി. അപ്പം നാളേക്ക് ഇനി ഭയങ്കര പ്രാക്ടീസ് ആയിരിക്കും. അപ്പം നാളെയൊക്കെ എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് തന്നെ സംശയം അല്ലേ? ഇപ്പം ഫസ്റ്റ് ഡേ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ അടിപൊളിയായിട്ട് ചെയ്തതാണ്. ഇഞ്ചിപ്പുളിയാണോ? ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഉണ്ട്. നമ്മൾ പക്ഷെ കുറച്ചും കൂടി വെള്ളം കൂടിയതല്ലേ നമ്മുടെ. സത്യം പറഞ്ഞാൽ നമ്മളൊരു സദ്യ കഴിക്കുന്നത് നോക്കിയേ. ചപ്പാത്തി സദ്യയല്ലേ കഴിഞ്ഞാൽ. അപ്പോൾ നോക്കിയാൽ കഴിച്ചാൽ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്യാമറ വരാൻ കുറച്ച് ക്രിഞ്ചുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സാറില്ല, അവർ ലാസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴേക്ക് സെറ്റ് ആവും കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പൈങ്കിളിനെയും വാവാറ്റിനെയൊക്കെ നമ്മൾ ജസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്ന. അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു അല്ലേ? നിങ്ങൾക്ക് സുഖമല്ലേ ഗൈസ്? ഞങ്ങൾ മോസ്റ്റായിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ ഗായ്സ്. അപ്പം നമുക്കിതേ ഒരു റൂം എന്തായാലും അവർ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഇരുന്നില്ല, ആ റൂമിൻ്റെ തൊട്ടടുത്ത് 2 റൂമുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു റൂമിലാണ് ഞാനുള്ളത്. അപ്പുറത്തെ റൂമിൽ മറ്റേ 2 ചേച്ചിമാരുണ്ട്. ഇത് കണ്ടോ? അപ്പോൾ നോക്കിക്കേ, ഇതാണ് 2 ബെഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ, കട്ടിലുകൾ. ഇതൊരു കട്ടിൽ ആൻഡ് ഈ കട്ടിൽ ഒരാളിത് ഉറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലേ, ഉറങ്ങിയില്ലായിരുന്നോ? ഉറങ്ങണ്ടെന്ന് അവർ ഉറങ്ങണ്ട, ഇവിടെ ആരും ഒന്നും ഉറങ്ങില്ല. ഗൈസ് എൻ്റെ സോക്സൊക്കെ ഞാൻ അലക്കി പിടിച്ചിട്ടുണ്ട്.
പിന്നെ അമ്മേൻ്റെ വാച്ച്, സ്ലൈഡ്, നമ്മുടെ ബുക്ക്, നമുക്ക് 2 ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലേ എൻ്റെയും അമ്മേൻ്റെയും ബുക്കുണ്ട്. പിന്നെ ഇതേ എൻ്റെ സൈഡ് ബാഗ് കൊണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഫാനിലാണ് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് AC ആണ് വേണ്ടത്, പക്ഷേ നമുക്ക് ഫാനിൽ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. കണ്ടില്ലേ പാവം അമ്മയ്ക്ക് നല്ല ടയേർഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നാളെ നമ്മുടെ 2nd ഡേ ആണ് പ്രാക്ടീസിൻ്റെ. അപ്പോൾ നാളെ നല്ല കട്ട പ്രാക്ടീസാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അല്ലേ അമ്മേ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് റെക്കോർഡ് ചെയ്യുന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എൻ്റെ മുടി നിങ്ങൾ നോക്കേണ്ട ഗൈസ്, ഒരു അനുസരണയില്ല, ഏതൊക്കെയോ വഴിക്കാണ് നിൽക്കുന്നത്. വിചാരിക്കാത്ത സമയത്തൊക്കെ നല്ല രസത്തിൽ നിൽക്കും അല്ലേ അമ്മ. ഹലോ, ഞാൻ വെള്ളം കൊണ്ടൊഴിക്കും കേട്ടോ. ഇവിടെ ഒരു പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ അങ്ങ് താഴെ പോകണം. താഴെ പോയി കഴിഞ്ഞാലും അവസ്ഥ ഭാഗത്തിന് ആ റൂമിൽ വെള്ളം ഉണ്ടായിരുന്നു ചെക്കിൽ കേട്ടോ. അപ്പം നോക്കിക്കേ, ഞാൻ കിടക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അത് പറഞ്ഞാൽ ഡ്രസ്സൊന്നും ഞാൻ മാറുന്നില്ല ഇല്ലേ. ഒന്നാമത് തന്നെ എത്രയും ഡ്രസ്സ് തന്നെ എടുത്തിട്ട് അയ്യോ ഒന്നും പറയണ്ട. ബാഗ് കണ്ടില്ലേ ബുമ്മ് കാണിക്കുന്നത്. അയ്യോ ഇതിന് ഭയങ്കര വെയിറ്റുമാണ്. വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. കണ്ടില്ലേ വെയിറ്റ് ആവട്ടോ ബാഗ്. അത് തൂക്കിയിട്ട് സത്യം എനിക്ക് ഭയങ്കര തോട് തന്നെ. അപ്പം ഞാൻ ഓർത്തു ഇതെന്താന്ന്, പിന്നെയല്ലേ മനസ്സിലാവുന്നേ ബാഗ് എടുത്തതിൻ്റെ ആയിരുന്നു. ഒന്നും പറയുന്നില്ല. അമ്മ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാനും ഇതേ ഈ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങാനാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷേ പോസിബിൾ ഞാൻ ഇവിടെ കിടക്കുന്നത് ഇവിടെ കിടന്നുറങ്ങുന്നത് ഞാൻ കൊടുക്കുന്നത്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. ഞാൻ മമ്മേൻ്റെ കൂടെ ഒക്കെ കിടന്ന് ശീലിച്ച് എനിക്ക് ഞാൻ മമ്മേൻ്റെ കൂടെ കിടന്നു. അപ്പോൾ ഗായ്സേ നമ്മുടെ കലാജാതേൻ്റെ ഫസ്റ്റ് ഡേ വ്ളോഗ് ഗായ്സ് ഇത്രയേ ഉള്ളൂ. അപ്പം വ്ളോഗ് സമയം കുറച്ച് നേരം ഉള്ളൂ അല്ലേ, സാരല്ല ഗായ്സ്. ഇനി വരുന്ന വ്ളോഗുകളൊക്കെ ഒരുപാട് നേരമുള്ള വ്ളോഗുകൾ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എല്ലാം കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ എന്താ പറയുക, അതിൻ്റെ പേരെനിക്ക് കിട്ടുന്നില്ല, ഡാൻസ് പാട്ട് വന്നിട്ടുള്ള ഡാൻസ് മാത്രമാണ് ഇന്ന് ഫുള്ളായിട്ട് സെറ്റായിട്ടുള്ളൂ. ഇനിയിപ്പോൾ നാളെയാണ് ഡയലോഗും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ മാർച്ച് 25 ഈ വ്ളോഗ് എനിക്ക് ഇന്ന് തന്നെ ഇടാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാലോ. നല്ല ലേറ്റായിട്ടാണ് എനിക്ക് ഇടാൻ കഴിയുള്ളൂ. കാരണം നമ്മുടെ കലാജാത കഴിയുമ്പം ഏപ്രിൽ 5 ഒന്ന് ആലോചിച്ച് നോക്ക്. 5 ദിവസം പ്രാക്ടീസ് എന്നാണ് പറഞ്ഞത്, പക്ഷേ 3 ദിവസമാണ് പ്രാക്ടീസ് ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള 9 ദിവസം നമുക്ക് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ശരിയാവും. ഇന്ന് 25 അല്ലേ, 25, 26, 27 പോയി. 28, 29, 30, 31, 1, 2, 3, 4, 5 കറക്റ്റ് ഏപ്രിൽ 5 വരെ. അപ്പോൾ 9 ദിവസം നമുക്ക് എന്താണ് പ്രോഗ്രാമാണ്. അപ്പം എന്തായാലും ഇനി ഏപ്രിൽ 5 നമുക്ക് ഇതിനകത്ത് നിന്ന് പുറത്തിടാൻ പറ്റുള്ളൂ. അപ്പം തന്നെ നമുക്ക് ഭയങ്കര വിഷമമൊക്കെ അവിടുന്ന് പോകുമ്പോൾ ഉള്ളൊരു ഇമോഷനൊക്കെ കാര്യങ്ങൾ. അപ്പം നാളേക്ക് ഇനി നല്ല കട്ട പ്രാക്ടീസ് ആയിരിക്കും. അപ്പം നാളെ എനിക്ക് വ്ളോഗൊക്കെ എടുക്കാൻ പറ്റുമോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എന്തായാലും ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്, ഓൺ ദ വേ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവും ഗൈസ്, അത് മാത്രമുള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. അപ്പം ഓൺ ദ വേ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ ജുവാന മേഡം ഉറങ്ങിയെന്നാണ് തോന്നുന്നത്. അപ്പം കലാജാത അടിപൊളിയാണ്. അപ്പം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമ്മളിനി നമ്മുടെ വയനാട് ഞാൻ പറഞ്ഞല്ലോ ഓരോരോ സ്ഥലത്ത് പോയിട്ട് നമ്മൾ അവിടെ പോയി പ്രോഗ്രാം അവതരിപ്പിക്കും. കോളേജുകളിൽ, പിന്നെ അതുപോലെ തന്നെ ടൗണുകളിൽ, പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഈ കലാജാത അവതരിപ്പിക്കും. പെർ ഡേ ഒരു ദിവസം നമ്മൾ 4, 5, 6, 3 സ്ഥലത്തേക്ക് എന്തായാലും 2 കൂടുതൽ സ്ഥലത്ത് നമ്മൾ ഉറപ്പായിട്ട് ഓരോ ദിവസം നമ്മൾ കലാജാത ചെയ്തിരിക്കും, നമ്മുടെ ഫ്ലാഷ് മോബ് പോലെ തന്നെ. അപ്പോൾ അതിനുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡ് ടോപ്പും വെള്ള ഷാളും ബാഗി ജീൻസ് എന്നൊക്കെ പറഞ്ഞത്. കാരണം സാധാരണ കലാജാതയിൽ എല്ലാവരും തന്നെ ചുരിദാറും കാര്യങ്ങളും, നമ്മൾ മുമ്പ് പോയ കലാജാതയിലും ചുരിദാറൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഡ്രസ്സ് നമുക്ക് സ്യൂട്ടാവുമോ റെഡി ആവുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ നമുക്കുണ്ട്. കാര്യം സൂചി നൂലൊക്കെ എടുത്തിട്ടുണ്ട്. അന്നും പിന്നെ കൂടെ ഒരാളുണ്ടായിരുന്നു, അവരുടെ കയ്യിൽ സൂചി നൂലുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ തയ്യൽ മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവസ്ഥയാണ്. കാരണം ഇപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് തയ്പ്പിക്കാൻ കൊടുക്കാനൊന്നും സമയമില്ലെന്ന് അവരിന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് അളവൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ അവർ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പറ്റയിൽ പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇനി ബാക്കി എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പം എന്താ പറയുക, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ ഓൺ ദ വേ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കറക്റ്റ് ടൈമിന് ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വയറ് ഭയങ്കര ഫുള്ളാണ്. എപ്പോഴും വയറ് ഫുള്ളാക്കിയാണ് ഇരിക്കുന്നത് ഗൈസ്.
എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മളിനി ഓൺ ദ വേ നമ്മുടെ വ്ലോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്ലേ പറയണോ? പറയണോ? എനിക്ക് ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിന് തൊട്ട് 2-3 ദിവസം മുമ്പ്. അപ്പം അത് കാരണം തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വ്ളോഗൊന്നും എന്താ വരാത്തത്. അത് ഞാൻ പറയാമെന്ന് ഓർത്തായിരുന്നു, പിന്നെ ഞാനത് പറഞ്ഞില്ല. വ്ളോഗും കാര്യങ്ങളൊന്നും ഇല്ല, എന്നോട് ഗായ്സൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതിന് മുമ്പല്ലേ നമുക്ക് ഷോർട്ട് ഫിലിമിൻ്റെ ഇത് കിട്ടിയത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന പാടെയാണ് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായത്. വയറുവേദന, വോമിറ്റിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊന്നും ക്യൂറായിട്ട് വന്നപ്പോഴേക്കുമാണ് നമുക്ക് കലാജാഥ കിട്ടിയത്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗൈസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ വയനാടെന്ന് കണ്ടു കാര്യമില്ല, ഭയങ്കര ചൂടാണ്. പിന്നെ പ്രാക്ടീസും കൂടി ചെയ്തുകൊണ്ട് പിന്നെ പറയേ വേണ്ട. അപ്പം എന്തായാലും ഹെൽത്ത് നമുക്ക് കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എനിക്ക് നല്ലോണം ചാച്ചാൻ തോന്നുന്നുണ്ട്, നല്ല ഉറക്കം വരുന്നത്. ജുവാന വേണം. മമ്മ ഉറങ്ങി കേട്ടോ, മമ്മയ്ക്ക് അത്രയ്ക്ക് ക്ഷീണമുണ്ട്, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പം ഞാനീ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചോ ഗൈസ്? ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നാളെയൊക്കെ നല്ല മോസ്റ്റ് പ്രാക്ടീസ് ആയിരിക്കും, അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ ദിവസവും കലാജാഥ കഴിഞ്ഞിട്ട് ഇവിടേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരില്ല. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയി അവിടെ കലാജാഥ ചെയ്ത് ലാസ്റ്റ് സ്ഥലം കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു ഏരിയയിൽ നമ്മൾ അവരറിയുന്ന ആരെങ്കിലും വീട്ടിലോ ഹോട്ടലിലോ അങ്ങനെയൊക്കെ ഏതെങ്കിലും സേഫായ സ്ഥലത്തായിരിക്കും നമ്മൾ അവരെ റൂമിലാക്കുക. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഒരുങ്ങി നല്ല സുന്ദരന്മാരായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പ്രോഗ്രാം ചെയ്യാൻ പോകും. അപ്പോൾ ഓരോ ദിവസം നമ്മൾ പല പല സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഓൺ ദ വേ കാണാം. എന്തായാലും എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് ത്രില്ലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജുവാന ഉറങ്ങുന്നൊന്ന് കാണാനതിന് മുമ്പ്. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥന അനുഗ്രഹവും ഒക്കെ വേണം. കാര്യം ഞാനിത് കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് എങ്കിലും. അപ്പം നമുക്ക് നമ്മുടെ മമ്മേൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടോ. ഹലോ ഉറക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പം ഞങ്ങൾ പോയിട്ട് ഉറങ്ങട്ടെ ഗൈസ്. അമ്മേൻ്റെ അടുത്ത് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത സൂപ്പർ കൂൾ വ്ളോഗിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ചപ്പരത്തലയും ഡയാനയോടൊപ്പം നമ്മുടെ ജുവാന പറയുന്നു എല്ലാവരോടും ബൈ ബൈ.